സംസ്കാര ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ഇപ്പോഴും ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വന്ന് കാണാൻ കഴിയാതിരുന്ന ആളുകൾ അവസാന മണിക്കൂറിൽ വന്നൊന്ന് കണ്ടുപോകാൻ എത്തുകയാണ്. സത്യനന്ദിക്കാടിനെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ലേബി സജീന്ദ്രനും അർജുൻ മട്ടന്നൂരും സജോ ദേവസ്യമാണ് നമുക്കൊപ്പമുള്ളത്. ലേബി സജീന്ദ്രൻ, സത്യനന്ദിക്കാടും ശ്രീനിവാസനും ചേർന്ന് 30-ലധികം സിനിമകളിൽ ഒരുമിച്ചതാണ്. ഏറ്റവും കൂടുതൽ പ്രിയദർശന് വേണ്ടിയും സത്യനന്ദിക്കാടിന് വേണ്ടിയുമാണ് ശ്രീനിവാസൻ ഈ ചലച്ചിത്ര ജീവിതത്തിൽ കൂടുതൽ സമയവും പ്രവർത്തിച്ചത് എന്നത് നമുക്കറിയാം. അവർ തമ്മിലുള്ള വ്യക്തിബന്ധം ഇന്നലെ വാക്കുകൾ കിട്ടാതായി പോകുന്ന സത്യനന്ദിക്കാടിനെയൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്നുള്ള കൂടുതൽ പേർ എത്തുകയാണ്. അതേ സുജയ, സിനിമാ മേഖലയിൽ നിന്നുള്ളവർ ഇന്നലെ അന്തിമോപചാരം അർപ്പിച്ചവരെല്ലാം വീണ്ടും എത്തി യാത്രാമൊഴി അവസാനമായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സത്യനന്ദിക്കാടാണ് എത്തിയത്. സത്യനന്ദിക്കാടുമായി സുജയ സൂചിപ്പിച്ചതുപോലെ എത്രയോ പതിറ്റാണ്ട് കാലമാണ് കേരളത്തിൻ്റെ ഒരു സാമൂഹിക അവസ്ഥകളെ, ചെറുപ്പക്കാരുടെ അവസ്ഥ, തൊഴിലില്ലായ്മ, ഒരു മധ്യവർഗത്തിൻ്റെ അവസ്ഥകൾ മുഴുവൻ രേഖപ്പെടുത്തപ്പെട്ട സിനിമകളിലൂടെയാണല്ലോ ആ കാലം അത്രയും സഞ്ചരിച്ചു പോകുന്നത്. സത്യനന്ദിക്കാടുമായിട്ടുള്ള ബന്ധം കേവലം സിനിമയുടെ ഒരു അണിയറ പ്രവർത്തകർ അല്ലെങ്കിൽ ഫിലിം മേക്കേഴ്സും എന്നതല്ലല്ലോ. അതിനപ്പുറത്തേക്ക് എത്ര വലിയ ആഴത്തിലുള്ള ഹൃദയബന്ധമാണ് ഇരുവരും തമ്മിലുണ്ടായിരുന്നത്. ആ ഹൃദയവായ്പും ആ വേർപാടിൻ്റെ വ്യഥയുമെല്ലാം നമ്മൾ ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് കണ്ടതാണ്. ഇന്നലെ ഇങ്ങോട്ട് ഓടിയെത്തി, ടൗൺ ഹാളിലെത്തി. അതിനുശേഷം അദ്ദേഹം വീണ്ടും ഏറ്റവും പ്രിയപ്പെട്ട ശ്രീനിക്ക് യാത്രാമൊഴി അവസാനമായി നൽകാനായി ഇങ്ങോട്ടെത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ വരുന്നവരുടെ എല്ലാം മുഖഭാവത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുമല്ലോ സുജയ. അതൊന്നും കേവലമായ സിനിമയുടെ അകത്ത് പ്രവർത്തിച്ചതിൻ്റെ ഔപചാരിക ബന്ധങ്ങളൊന്നുമല്ല. ശ്രീനിവാസൻ എന്നൊരു സിനിമാ പ്രതിഭ, ബഹുമുഖ പ്രതിഭ വരച്ച് ചേർത്തിട്ടത് എല്ലാവരുമായിട്ടും ആഴത്തിലുള്ള ബന്ധം. അദ്ദേഹം കടന്നു പോകുന്ന വഴികളെല്ലാം അദ്ദേഹം കാലങ്ങളായി അദ്ദേഹം വിതച്ച ചിന്തകളും ചിരിയുമെല്ലാം നമ്മൾ എത്രയോ കാലമായി മലയാളികൾ ഇങ്ങനെ കൊയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനോട് ചേർത്ത് വയ്ക്കാവുന്നതാണ് അദ്ദേഹത്തിന് ഈ നാടുമായുള്ള ബന്ധവും. ഇപ്പോൾ സുജയ ദൃശ്യങ്ങളിലേക്ക് നോക്കുക. ഇങ്ങോട്ടെത്തുന്ന പ്രധാനപ്പെട്ട ആളുകൾക്കൊപ്പം, പ്രമുഖർക്കൊപ്പം വളരെ സാധാരണക്കാരായ ഈ നാട്ടുകാർ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ മുതൽ ഇതേ ദൃശ്യമാണ് ഇവിടെ നിന്ന് നമുക്ക് നൽകാനുള്ളത്. ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഇങ്ങനെ സിനിമയിലെ വലിയ ഒരാളായിരുന്നു, സിനിമയിലെ പ്രതിഭാധനനായ സിനിമാക്കാരനായിരുന്നു ശ്രീനിവാസൻ എന്നതൊക്കെ അവർക്ക് അറിയാമെങ്കിലും അവർക്ക് അവരുടെ പ്രിയപ്പെട്ട ശ്രീനിയേട്ടനാണ്. അതുകൊണ്ടാണല്ലോ ഈ ഭാഗത്ത് കണ്ടനാട് എത്തിയതിനു ശേഷം എത്രയോ കാലങ്ങളായി ഈ നാട് കേട്ടുകൊണ്ടിരുന്നത് ശ്രീനിവാസൻ എന്ന മനുഷ്യൻ്റെ കാർഷിക വൃത്തിയെക്കുറിച്ചാണ്, കൃഷി സ്നേഹത്തെക്കുറിച്ചാണ്. ഇവിടെ എത്രയോ ഈ പുതിയ തലമുറയിൽപ്പെട്ടവർ പോലും അദ്ദേഹത്തിൻ്റെ മാർഗദർശനത്താൽ എത്രയോ പേർ ഈ വിഷരഹിത പച്ചക്കറി കൃഷിയിലേക്കും നെൽകൃഷിയിലേക്കും ഒക്കെ കടന്നു വന്നിരിക്കുന്നു. തരിശായ എത്രയോ പാടശേഖരമാണ് ഈ ഭാഗങ്ങളിലൊക്കെ തളിർത്ത് ഇത്തരത്തിൽ നെൽപ്പാടങ്ങളായി മാറിയത്. അങ്ങനെ ശ്രീനിവാസൻ കൊളുത്തി വെച്ചത് സിനിമയിലൂടെ മാത്രമല്ല, അദ്ദേഹം ജീവിതം കൊണ്ടുകൂടി അതെല്ലാം രേഖപ്പെടുത്തുകയായിരുന്നു. സിനിമയിൽ എന്താണോ അദ്ദേഹം പറഞ്ഞു വെക്കാൻ ആഗ്രഹിച്ചത്, സാമൂഹിക പ്രശ്നങ്ങളൊക്കെ ഒരു കാലത്ത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെ കടന്നു വന്നത് ഈ പ്രദേശത്തുള്ളവർ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവത്തിലൂടെ അല്ലെ അദ്ദേഹത്തോട് ഇടപഴകുമ്പോൾ അതൊക്കെ തൊട്ട് അനുഭവിക്കുക തന്നെയായിരുന്നു. അതിൻ്റെ ഒരു സാക്ഷ്യം, നേർസാക്ഷ്യമാണ് ഈ കാണുന്ന ജനങ്ങൾ ഇങ്ങോട്ട്